അന്താരാഷ്ട്ര തലത്തിൽ സംഘർഷഭരിതമായ സാഹചര്യമാണ്. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്ത വിമതസേന ആഘോഷങ്ങൾ ആരംഭിച്ചു. വിമതരും പൊതുജനങ്ങളും ഒത്തുകൂടിയാണ് ആഘോഷം നടക്കുന്നത്. അതിനിടെ ഡമാസ്കസിലെ ഇറാനിയൻ എംബസിയും ആക്രമിക്കപ്പെട്ടു. സായുധ സംഘം അംബാസഡർ വീട്ടിൽ പ്രവേശിച്ചതായിട്ടാണ് വിവരം. സമാധാനപരമായ അധികാര കൈമാറ്റത്തിന് ഉത്തരവിട്ടതിനു ശേഷം സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് സ്ഥാനമൊഴിഞ്ഞതായും രാജ്യം വിട്ടതായും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചു. അതേസമയം ബഷാർ അൽ അസദ് എവിടെയാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. هاي غرفة بنته انهبت هبي كانت غرفة بنته الله لا يردها. هاي عم يقولوا خدي خالتي خدي صحتين حقك مستحقك. في شي هون شوفي ما صار شيء. وين قسم الرجالي؟ لك وين قسم الرجالي عمو؟ رجالي وين رجالي؟ بيبينا تحت ولادي فوق محير هون في تنزيلا സിറിയയിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ തരത്തിലുള്ള ആശങ്കയുയർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ വിമതസേന പ്രസിഡന്റിന്റെ കൊട്ടാരം വളഞ്ഞ് കൊട്ടാരം കയ്യേറിയ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ സംഘർഷപരമായ സാഹചര്യങ്ങളിലൂടെയാണ് ഈ മണിക്കൂറുകൾ കടന്നുപോകുന്നത്. മനു ഭരത് ചേരുന്നു. മനു, ഇപ്പോൾ ഇക്കാര്യത്തിൽ റഷ്യ നടത്തിയ സ്ഥിരീകരണമാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. അതായത് സിറിയയിൽ നടക്കുന്ന ആഭ്യന്തര വിഷയങ്ങളിൽ റഷ്യ ഒരു സ്ഥിരീകരണം നടത്തുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സിറിയയിലെ സാഹചര്യം? അസദ് എവിടെയെന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. സിറിയയിൽ ആഘോഷം നടക്കുന്നു. ലോകമെമ്പാടും സിറിയയിലെ വിമതരെ അനുകൂലിക്കുന്ന വിഭാഗങ്ങൾ ലോകമെമ്പാടും ആഘോഷത്തിലാണ്. അതേസമയം അസദ് എവിടെ എന്ന ചോദ്യം ശക്തമായി പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു വിവരം അനുസരിച്ച് ഒരു പ്രത്യേക വിമാനത്തിൽ അസദ് പോകുന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചു. പക്ഷേ ഇത് റഡാറിൽ പിന്നീട് പരിശോധിക്കുമ്പോൾ കണ്ടെത്താനായില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ എയർക്രാഫ്റ്റ് റഡാറിലും ഇൻ്റർനെറ്റിലൂടെ ഇത് പരിശോധിക്കാൻ പലരും ശ്രമിച്ചു. പക്ഷേ ഈ വിമാനത്തിൻ്റെ നീക്കത്തെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. ആദ്യം അത് തീരപ്രദേശം ലക്ഷ്യമാക്കിയാണ് ഈ വിമാനം പോയത് എന്നും അവിടെ അസദിനെ അനുകൂലിക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അങ്ങോട്ടേക്ക് നീങ്ങിയതാണെന്നുള്ള ആദ്യ വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷേ അത് അങ്ങനെയല്ല, വിമാനം യു ടേൺ എടുത്ത് തിരിച്ചുപോയി എന്ന വിവരങ്ങൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നു. ഏതായാലും ഒരു സമാധാനപരമായ അധികാര കൈമാറ്റത്തിനുള്ള ഉത്തരവ് നൽകിയതിനു ശേഷമാണ് അസദ് രാജ്യം വിട്ടത് എന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഏതായാലും എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളും ഈ നീക്കത്തെ അല്ലെങ്കിൽ ഈ വിമതരുടെ ഈ നീക്കത്തെ ഇപ്പോൾ അനുകൂലിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അവസാനം ക്രൂരമായൊരു ഭരണം വീണു എന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇതേ സംബന്ധിച്ച് പറഞ്ഞത്. ജർമ്മൻ ചാൻസലർ ആകട്ടെ ഈ നീക്കത്തെ, വിമതരുടെ നീക്കത്തെ സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നു. നിരവധി ആളുകളെ അവിടെ നാട്ടിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിച്ച വ്യക്തിയാണ് ബഷാർ അൽ അസദ്. അതുകൊണ്ട് അത്തരം ആളുകൾ ജർമ്മനിയിലേക്ക് പോലും വന്നിരുന്നു. അതുകൊണ്ട് ഈ പതനം ഇനി സിറിയയിൽ സ്ഥിരത കൊണ്ടുവരും എന്നാണ് വ്യക്തമാക്കിയത്. UK ഉപപ്രധാനമന്ത്രിയും വിമതർക്കൊപ്പമാണ് എന്ന നിലപാട് വ്യക്തമാക്കുന്നു. അതേസമയം ചൈന കാര്യങ്ങൾ കുറെ കൂടി ഗൗരവത്തോടെ കാണുന്നു. ചൈന വ്യക്തമാക്കുന്നത് സിറിയ സാധാരണഗതിയിലേക്ക് മടങ്ങും എന്ന ഒരു പ്രഖ്യാപനമാണ്. ചൈന മടങ്ങും എന്ന ഒരു പ്രതീക്ഷയാണ് ചൈന മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം ഇറാനുമായുള്ള ബന്ധം ഇനി ഏത് തരത്തിലായിരിക്കും എന്ന ചോദ്യം മറുവശത്ത് ഉയരുന്നു. ഇറാൻ്റെ എംബസികളിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയിരിക്കുന്നു. സ്വാഭാവികമായും ഇറാൻ നേരത്തെ ബഷാർ അൽ അസദിനെ പിന്തുണച്ചിരുന്നു. അപ്പോൾ ബഷാർ അൽ അസദിനെ പിന്തുണച്ച ഇറാനോട് ഇനി എന്ത് നിലപാട് എന്ന ചോദ്യം അവിടെ ഉയരുകയാണ്. ഇനി പുതിയ വിമതരുടെ നേതൃത്വത്തിലുള്ള സർക്കാരുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് ഇറാൻ ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ അത് സ്വീകരിച്ച മട്ടിലല്ല വിമതരുടെ പ്രതികരണങ്ങൾ. അവർ നയതന്ത്ര കാര്യാലയത്തിലേക്ക് പ്രവേശിച്ചതായാണ് വിവരം. അപ്പോൾ സ്വാഭാവികമായും അസ്ഥിരത ഒരു വശത്ത് നിലനിൽക്കുന്നു. ഡമാസ്കസിൽ ഏറെ നേരം കർഫ്യൂ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഒരു സമാധാനപരമായ അധികാരം ഏറ്റെടുക്കൽ ഉണ്ടാകും. ഇനി ഒരു ഏറ്റുമുട്ടൽ സിറിയയുടെ ഔദ്യോഗിക സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഒപ്പം ലോകരാജ്യങ്ങൾ വളരെ കൗതുകത്തോടുകൂടിയും ഒപ്പം ഗൗരവത്തോടുകൂടിയും സിറിയയിലേക്ക് ഉറ്റുനോക്കുകയും ചെയ്യുന്നു. ഇതേ സംബന്ധിച്ച്
ബെന്യാമിൻ നെതന്യാഹുവും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി എന്തായിരിക്കാം അടുത്ത സാഹചര്യം, ഇത് ഇസ്രായേലിന് ചില പ്രധാന അവസരങ്ങൾ നൽകുന്നു എന്നൊക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഒരു ലോകക്രമത്തിൽ ഈ ഭരണമാറ്റം ഏത് തരത്തിലുള്ളൊരു നിലപാടാണ് എടുക്കുക എന്നതാണ് നോക്കേണ്ടത്. ഒപ്പം അമേരിക്ക ഒരു കാര്യം വ്യക്തമാക്കുന്നു. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഞങ്ങൾക്കിതിൽ ഇനി ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, അത് സിറിയ ഒരു അപകടം പിടിച്ച സ്ഥലമാണ്, അത് ഞങ്ങൾ പ്രത്യേകിച്ച് അതിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു നിലപാട് അമേരിക്ക വയ്ക്കുന്നു. ഏതായാലും ഈ റഷ്യ പോലുള്ള രാജ്യങ്ങളുടെ തുടർ നടപടികൾ എന്തായിരിക്കും അല്ലെങ്കിൽ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും എന്നത് വലിയ ചർച്ചയാവുകയാണ്. മാത്രമല്ല, റഷ്യ ഇപ്പോൾ പ്രധാനമായി യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മുഴുവൻ ശ്രദ്ധയും അങ്ങോട്ട് കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സിറിയയിൽ നടക്കുന്ന ഈ ആഭ്യന്തര കലാപത്തിനെതിരെ ഉള്ള ഔദ്യോഗിക സൈന്യത്തെ സഹായിക്കുന്നതിൽ നിന്ന് കുറേ പുറകോട്ട് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ ബഷാർ അൽ അസദിനെ പിന്തുണച്ചിരുന്ന ഇറാനാകട്ടെ അവരുടെ ഹെസ്ബുള്ളയാകട്ടെ ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ അവർ ചില തിരിച്ചടികൾ നേരിട്ടു. അവരുടെ നേതാക്കളിൽ ചിലർ നഷ്ടമാകുന്നൊക്കെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതാണ് ബഷാർ അൽ അസദിൻ്റെ രാഷ്ട്രീയ ഗതി മാറ്റിയത് എന്നാണ് ഇപ്പോൾ പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ. ഏതായാലും ദീർഘകാലത്തെ ഒരു കുടുംബാധിപത്യത്തിനാണ് സിറിയയിൽ അവസാനം ആയിരിക്കുന്നത്. ഭാവി ഞങ്ങളുടേത് എന്നാണ് വിമതരുടെ നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇനി സിറിയയിലെ ഭാവി പ്രവർത്തനങ്ങൾ അവർ ഏതു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും, ഏത് തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാകും, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ്. ഈ ഇസ്ലാമിസ്റ്റുകൾ അവരുടെ ഭരണത്തിന് എന്ത് പ്രധാനമായ അടിത്തറയാക്കി വയ്ക്കും, എത്ര മിതവാദികളായി അവർക്ക് തുടരാൻ കഴിയും, അങ്ങനെ അനവധി ചോദ്യങ്ങൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഉയരുകയാണ്. നേരത്തെ തന്നെ ഹമാസും ഇസ്രയേലുമായി ഒരു യുദ്ധം നടക്കുമ്പോൾ അവിടെ ഒരു സംഘർഷ സാഹചര്യമാണ്. അത് മറ്റൊരിടത്തേക്ക് കൂടി അത്തരമൊരു സാഹചര്യം വ്യാപിച്ചു എന്നൊരു ആശങ്ക എല്ലാ കോണുകളിൽ നിന്നുണ്ടായിരുന്നു. ഏതായാലും സിറിയ പെട്ടെന്ന് സമാധാനത്തിലേക്ക് മടങ്ങുമോ എന്ന ഒരു വലിയ ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതോടൊപ്പം ഏതായാലും വിമതരുടെ ഈ കയ്യേറ്റം ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഭാവി എന്ത് എന്ന ചോദ്യം അവിടെ വളരെ വലിയ തോതിൽ പ്രസക്തമാവുകയാണ്.